സൗദി അറേബ്യയെ ലക്ഷ്യമിട്ട് വീണ്ടും ഡ്രോൺ ആക്രമണം. ഇറാഖ് അതിർത്തി ഭാഗത്തു നിന്ന് രാജ്യത്തിന്റെ വ്യോമ അതിർത്തിയിലേക്ക് കടന്നു കയറിയ ഡ്രോണുകൾ സൗദി പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തന്നെ തകർത്തതായി അധികൃതർ അറിയിച്ചു. സൗദി അറേബ്യയിലെ കിഴക്കൻ മേഖലയിലെയും തലസ്ഥാനമായ റിയാദിലെയും സുപ്രധാന പെട്രോളിയം കേന്ദ്രങ്ങളെയും എണ്ണ സംസ്കരണ ശൃംഖലകളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണ ശ്രമമെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി വ്യക്തമാക്കി. ഇറാഖിൽ നിന്ന് വിക്ഷേപിച്ച ഡ്രോണുകൾ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങളാണ് അയച്ചതെന്ന് സൗദി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. പ്രതിരോധ സേനയുടെ സമയോചിതമായ ഇടപെടലിലൂടെ ഡ്രോണുകൾ നശിപ്പിച്ചതിനാൽ പെട്രോളിയം കേന്ദ്രങ്ങൾക്കുണ്ടാകാനിരുന്ന വൻ നാശനഷ്ടം ഒഴിവാക്കാനായെന്നും സൈന്യം അറിയിച്ചു. അതേസമയം സൗദിക്കെതിരെ ആക്രമണങ്ങൾക്ക് സ്വന്തം മണ്ണ് ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് ഉറപ്പാക്കണമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം ഇറാഖ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങളുടെ ആക്രമണങ്ങളെ മന്ത്രാലയം ശക്തമായി അപലപിക്കുകയും രാജ്യത്തിന്റെ പരമാധികാരവും ദേശീയ സുരക്ഷയെ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി. ആക്രമണങ്ങൾക്ക് ഉചിതമായി മറുപടി നൽകാനുള്ള അവകാശം സൗദി അറേബ്യയ്ക്കുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ജനം, ദുബായ്.